MCUവിലെ നെക്സ്റ്റ് സിനിമയായ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ 2 ഒഫീഷ്യൽ ഗ്ലിംസുകൾ റീസെന്റ് സോണി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇതിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്തത് സ്പൈഡർമാൻ്റെ പുതിയ സ്യൂട്ടിനെ കുറിച്ചായിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് കാസ്റ്റിംഗ് അപ്ഡേറ്റ്സ് ആണ്. സാക്ഷാൽ ഹൾക്കും പണിഷറും ഈ സിനിമയിൽ ഭാഗമാവുന്ന ഒഫീഷ്യലി കൺഫേം ആയിരിക്കുകയാണ്. ഇതുകൂടാതെ സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിലെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ തൊട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സ്കോർപിയോന്റെ റിട്ടേണും. ഇതുകൂടാതെ മറ്റൊരുപാട് വില്ലൻ ക്യാരക്ടേഴ്സിൽ വരുമെന്നും സ്ട്രീറ്റ് ലെവലിൽ ഒരു 1.5 പടമായിരിക്കും ബ്രാൻഡ് ന്യൂ ഡേ എന്നൊക്കെയാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ എല്ലാം നമുക്ക് ഒറ്റ വീഡിയോയിൽ കവർ ചെയ്യാം. വെൽക്കം ടു കോമിക് മന്ത്ര. ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ. നമുക്കറിയാം, നോവേ ഹോമിന്റെ അവസാനം ഒരു പ്രോപ്പർ സ്പൈഡർമാനായി ടോം ഹോളണ്ടിന്റെ MCU സ്പൈഡർമാൻ മാറുകയാണ്. അതുവരെ ടോണി സ്റ്റാർക്കിന്റെ നിഴലിലും അവഞ്ചേഴ്സിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പീറ്റർ ഇപ്പോൾ അനാഥനാണ്. ഓൺമൈ പോലും കൂടെയില്ല. എന്നാലും സ്പൈഡർമാനായി തന്നെ പീറ്റർ തൻ്റെ ലൈഫ് തുടരുകയാണ്. ഇക്കുറി ടോണി സ്റ്റാർക്കിന്റെ ടെക്കോ അല്ലെങ്കിൽ ആ ഒരു ബാക്ക് സപ്പോർട്ടോ ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് നമ്മൾ കോമിക്സിലും ടോബി മഗ്വയർ സിനിമയിലും ഒക്കെ കണ്ടതുപോലത്തെ ഒരു പ്രോപ്പർ സ്പൈഡർമാൻ. അപ്പോൾ ആ ഒരു സ്പൈഡർമാൻ്റെ സ്ട്രീറ്റ് ലെവൽ സ്റ്റോറി കാണാമെന്നതുകൊണ്ട് തന്നെയാണ് ബ്രാൻഡ് ന്യൂ ഡേ നേരത്തെ തൊട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറിയത്. ഇടയ്ക്ക് ഡൂംസ് ഡേയുടെയും സീക്രട്ട് വാഴ്സിൻ്റെ നടുക്കായിട്ട് റിലീസ് ഡേറ്റ് വന്നപ്പോൾ ഇത് മൾട്ടിവേഴ്സ് ലെവലാവുമെന്ന് അറിഞ്ഞപ്പോൾ ഇച്ചിരി ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഡൂംസ് ഡേ ഒക്കെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന നെക്സ്റ്റ് MCU ഫിലിം അടുത്ത വർഷം ജൂലൈ റിലീസ് ആവാൻ പോകുന്ന ബ്രാൻഡ് ന്യൂ ഡേ ആണ്. ഇതൊരു സ്ട്രീറ്റ് ലെവൽ സ്റ്റോറി തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് പണിഷറും സ്കോർപിയോണും അടക്കമുള്ള ക്യാരക്ടേഴ്സ് വന്നതും. എന്നാൽ എങ്ങനെയാണ് ഈ പണിഷറും ഹൾക്കും ഒക്കെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ കണക്റ്റ് ആവുക? അത് പറയണമെങ്കിൽ നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിനെ പറ്റി പറയേണ്ടി വരും, മിസ്റ്റർ നെഗറ്റീവിനെ പറ്റി. സ്പൈഡർമാൻ്റെ ഇൻസോംനിയ ഗെയിം കളിച്ചവർക്ക് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ വേണ്ടാത്ത ക്യാരക്ടറായിരിക്കും മാർട്ടിൻ ലീ എന്ന മിസ്റ്റർ നെഗറ്റീവ്. സിമ്പിളായിട്ട് ഒറിജിൻ സ്റ്റോറി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡാർക്ക് ഡയമെൻഷനിലെ എനർജി വെച്ചിട്ട് എക്സ്പെരിമെൻറ്റേഷൻ നടത്തി 2 ആൾട്രീഗോസ് ആയിട്ട് മാർട്ടിൻ ലീ മാറുന്നു. ഒന്ന് കൈൻഡായിട്ടുള്ള ഒരു ഹീറോ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ലെവലിലുള്ള മാർട്ടിൻ ലീയും, എന്നാൽ മിസ്റ്റർ നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു വില്ലൻ ആൾട്രീഗോയും. രാവിലെ ഫീസ്റ്റ് എന്ന ആ ഒരു ചാരിറ്റി സംഘടനയുടെ ആളായിട്ട് പുള്ളിക്കാരൻ നടക്കുന്നു. എല്ലാവർക്കും വലിയ കാര്യമാണ് മാർട്ടിൻ ലീയെ, എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ രാത്രി ഒരു ക്രൈം മാഫിയ ബോസാണ് മിസ്റ്റർ നെഗറ്റീവ്. സോ ഈ മാർട്ടിൻ ലീ ഏറ്റെടുക്കുന്ന ഈ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഫീസ്റ്റ് നമ്മൾ നേരത്തെ നോവേ ഹോമിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓൺമയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഗെയിമിലും സ്റ്റോറിയിൽ ഇങ്ങനെ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓൺമയ്ക്ക് ഫീസ്റ്റിന് കണക്ഷൻ ഉണ്ടായിരുന്നല്ലോ. സോ ബേസിക്കലി ഓൺമയുടെ മരണശേഷം പീറ്റർ മിക്കവാറും ഇത് മാർട്ടിൻ ലീക്കായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെ രാവിലെ പീറ്ററിൻ്റെ റെസ്പെക്റ്റ് അടക്കം പിടിച്ചു പറ്റി മാർട്ടിൻ ലീ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ നടത്തുകയാണ്. എന്നാൽ രാത്രി ഒരു മാഫിയ ബോസായി മാറി ഇതേ പീറ്ററിൻ്റെ സ്പൈഡർമാനെ മാർട്ടിൻ ലീയുടെ മിസ്റ്റർ നെഗറ്റീവ് നേരിടും. മിസ്റ്റർ നെഗറ്റീവിൽ വർക്ക് ചെയ്യുന്ന ടീമാണ് ദ ഇന്നർ ഡീമൺസ്. ഇന്നർ ഡീമൺസിൻ്റെ ലോഗോ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ലീക്കായ ഒരു സെറ്റ് ഫോട്ടോയിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെറ്റ് ഫോട്ടോയിൽ ഒരു ടാങ്കിന് മുകളിലാണ് ഈ ലോഗോ കണ്ടത്. അവിടെ തൊട്ടാണ് ഈ ഒരു റൂമർ ശക്തമാവുന്നത് മിസ്റ്റർ നെഗറ്റീവ് സിനിമയിൽ ഉണ്ടായിരിക്കുമെന്ന്. മിസ്റ്റർ നെഗറ്റീവിലൂടെയാണ് ഈ പറഞ്ഞ ഹൾക്ക്, പണിഷർ, സ്കോർപിയോൺ ഇവരെല്ലാവരും ഈ സിനിമയിൽ വരാനുള്ള സാധ്യത കൂടുതൽ. അതെങ്ങനെയാണെന്നല്ലേ, ആദ്യം തന്നെ നമുക്ക് ഹൾക്കിലേക്ക് പോവാം. ഇപ്പോൾ നിലവിൽ ഹൾക്ക് പഴയ ബ്രൂസ് ബാനറായി മാറിയിട്ടുണ്ടെന്ന് ഷാങ്ജിയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഷീഹൾക്കിൽ ആക്ച്വലി ആ സ്മാർട്ട് ഹൾക്കായിട്ട് തന്നെയാണ് കണ്ടതെങ്കിലും ഷാങ്ജി മിക്കവാറും പോസ്റ്റ് ക്രെഡിറ്റ് സീൻ നടക്കുന്നത് അതിന് ശേഷമായിരിക്കുമെന്ന് അനുമാനിക്കാം. സോ പഴയ പോലെ ബ്രൂസ് ബാനറായി പുള്ളിക്കാരൻ മാറിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കും മിസ്റ്റർ നെഗറ്റീവ് ബ്രൂസ് ബാനറിനെ സമീപിക്കുന്നു. ബിക്കോസ് എവരി വൺ നോസ് ബ്രൂസ് ബാനർ ഈസ് ഹൾക്ക്. സോ അങ്ങനെ മിസ്റ്റർ നെഗറ്റീവ് തൻ്റെ ആ ഒരു നെഗറ്റീവ് എനർജി, ആ ഒരു ഡാർക്ക് എനർജി ബ്രൂസ് ബാനറിലൂടെ ഫ്ലോ ചെയ്യുകയും അങ്ങനെ ബ്രൂസ് ബാനർ ഹൾക്കായി വീണ്ടും മാറുകയും ചെയ്യുന്നു. എന്നാൽ ഇക്കുറി നമ്മൾ കണ്ട പച്ച ഹൾക്കായിട്ടായിരിക്കില്ല. മിസ്റ്റർ നെഗറ്റീവിൻ്റെ ആ ഒരു ഡാർക്ക് പവർ ഉള്ളതുകൊണ്ട് തന്നെ ഗ്രേ ഹൾക്കായിരിക്കും വരിക. സോ കോമിക്സിൽ ഒറിജിനലി വന്നിട്ടുണ്ടായിരുന്ന ഹൾക്കിൻ്റെ കളർ ഗ്രേ ആയിരുന്നു. പിന്നീട് പ്രിൻറ്റിങ് ഇഷ്യൂസ് കാരണമാണ് നമ്മുടെ ക്ലാസിക് പച്ച ഹൾക്കാക്കിയത്. സോ അതിലേക്കുള്ളൊരു നോഡും കൂടി ആയിരിക്കാം ഈ വരാൻ പോകുന്ന ഗ്രേ ഹൾക്ക്. അപ്പോൾ ഈ ഒരു മിസ്റ്റർ നെഗറ്റീവിന് കീഴിലുള്ള ഇന്നർ ഡീമൺസ് ടീമിൻ്റെ ഭാഗമായിട്ട് തന്നെ വരാൻ സാധ്യതയുള്ള ഒരു വില്ലനാണ് സ്കോർപിയൻ. ഹോം കമ്മിങ്ങിൻ്റെ ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ തൊട്ട് സ്കോർപിയനെ എപ്പോഴും നോക്കിയിരുന്നിട്ട് 3 പടം കഴിഞ്ഞ് ഇപ്പോഴത്തെ ബ്രാൻഡ് ന്യൂ ഡേയിലാണ് വരാൻ പോകുന്നത്. സ്കോർപിയോൺ മാത്രമല്ല, ടോം സ്റ്റോൺ എന്ന മറ്റൊരു വില്ലനും ഈ ഒരു സിനിമയിൽ ഉണ്ടായിരിക്കുന്നു കേൾക്കുന്നുണ്ട്. ഇങ്ങനെ ചില വില്ലന്മാരുടെ പേര് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് നമ്മൾ കേട്ടൊരു കാര്യമായിരുന്നു ഒരു ഫീമെയിൽ വില്ലനെ തേടുന്നുണ്ടായിരുന്നു എന്ന്. അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഇവിടെ സ്പെക്കുലേഷൻസ് വരുന്നുണ്ട്. സോ ഞാൻ എന്തായാലും തൽക്കാലം ഒരുപാട് ഓവറായിട്ട് പോകുന്നില്ല. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് നമ്മുടെ ഈ ഹൾക്കും പണിഷറും ഒക്കെ തന്നെയാണല്ലോ. സോ ബേസിക്കലി പണിഷർ എങ്ങനെ ഇതിലോട്ട് കണക്റ്റ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നർ ഡീമൺസ് ത്രൂ ആയിരിക്കാം കണക്റ്റ് ആവുക. ഡെയർ ഡെവൽ ബോൺ അഗെയിൻ സീസൺ 1 അവസാനം പണിഷർ ഒരു പ്രിസൺ എസ്കേപ്പ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ബേസിക്കലി പണിഷർ ഈസ് ഓൺ ദ റൺ. പുള്ളിയെ പിടിക്കാൻ പുറകെ ആളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഇന്നർ ഡീമൻസിന് മുന്നിൽ ചെന്നുവിടുന്നതും. അങ്ങനെ പണിഷർ, ഹൾക്ക്, സ്പൈഡർമാൻ ചേർന്നിട്ടുള്ള ഒരു 1.5 ഫൈറ്റ് സീൻ തന്നെ വരാൻ സാധ്യതയുണ്ട്. സാവേജ് ഹൾക്കിനെതിരെ ടീമപ്പ് ആകാനായിരിക്കാം ഒരുപക്ഷെ പണിഷറും സ്പൈഡർമാനും ആദ്യമായി ഒരുമിക്കുക. നമ്മൾ നേരത്തെ വെനം 3 ദ ലാസ്റ്റ് ഡാൻസിൻ്റെ ഫുൾ മൂവി ബ്രേക്ക് ഡൗൺ ചെയ്ത സമയത്ത് പറഞ്ഞ കാര്യമായിരുന്നു ആ സിനിമയിൽ ഒരു മിസ്റ്റീരിയസ് ക്യാരക്ടർ ഉള്ളത്. ഫേസ് ഒന്നും കാണിക്കാത്ത ഇതിനെല്ലാം പിന്നിൽ കളിക്കുന്ന ഒരാളെ പോകുന്ന ആ മിസ്റ്റീരിയസ് ക്യാരക്ടർ
മിസ്റ്റർ നെഗറ്റീവ് ആയേക്കാമെന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു മിസ്റ്റർ നെഗറ്റീവിലൂടെ ആൻറ്റിവെനമിനെ കൊണ്ടുവരുമെന്നും അങ്ങനെ ഒരു ആൻറ്റിവെനം മൂവി സെറ്റപ്പ് ചെയ്യുമെന്നൊക്കെയായിരുന്നു അന്നത്തെ നമ്മുടെ തിയറി. പക്ഷേ ആക്ച്വലി സോണി സ്പൈഡർമാൻ യൂണിവേഴ്സ് ഇപ്പം നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ ഒരു യൂണിവേഴ്സിനകത്ത് നമുക്കറിയാം മാഡം വെബും ക്രേവനും അടക്കമുള്ള സിനിമകൾ പരാജയപ്പെട്ടു. വെനത്തിനൊരു പ്രോപ്പർ എൻഡിങ് തേർഡ് പാർട്ടി കിട്ടി. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് തൽക്കാലം അവർ നിർത്തി. സോ അവർക്ക് ഫ്യൂച്ചറിൽ മിസ്റ്റർ നെഗറ്റീവിനെ വെച്ച് പ്ലാനുകൾ ഉണ്ടായിരുന്നെങ്കിൽ ആ പ്ലാനുകൾ ബ്രാൻഡ് ന്യൂ ഡേയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വളരെ സാധ്യതകൾ കൂടുതലാണ്. സോ അങ്ങനെയും കൂടെ നോക്കുമ്പോൾ മിസ്റ്റർ നെഗറ്റീവ് ഈ സിനിമയിൽ മെയിൻ വില്ലനായിട്ട് വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അടുത്ത ഇൻട്രസ്റ്റിംഗ് തിയറിയാണ് ടോം ഹോളണ്ടിനെ കടിച്ച ആ ഒരു റേഡിയോ ആക്റ്റീവ് സ്പൈഡറിനെ ഉണ്ടാക്കിയത് ആക്ച്വലി ബ്രൂസ് ബാനർ ആയേക്കാമെന്നുള്ളത്. നമ്മൾ ഒരിക്കലും MCUവിൽ കണ്ടിട്ടില്ല എങ്ങനെയാണ് പീറ്റർ പാർക്കറിന് പവേഴ്സ് കിട്ടിയിട്ടുള്ളത്. ഒബ്വിയസ്ലി അതിന് മുമ്പുള്ള സിനിമകളിലൊക്കെ ഒരുപാട് വട്ടം കാണിച്ചതുകൊണ്ട് പോപ്പുലർ ആണല്ലോ ആ ഒരു ഒറിജിൻ. അതുകൊണ്ടാണ് MCUവിൽ കാണിക്കാതിരുന്നത്. ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ഒറിജിനൽ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർക്കതൊന്ന് റെട്രോആക്റ്റീവ്ലി കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ബ്രൂസ് ബാനർ പണ്ട് നടത്തിയ എക്സ്പെരിമെൻ്റ് ഭാഗമായിട്ടാകാം റേഡിയോ ആക്റ്റീവ് സ്പൈഡർ ഉണ്ടാവുക. നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ, ഇൻക്രെഡിബിൾ ഹൾക്കിൻ്റെ സമയത്ത് സൂപ്പർ സോൾജിയർ സെറമിൻ്റെ ഒരു റീക്രിയേഷനാണ് അവിടെ നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഗാമ റേഡിയേഷൻ അടിച്ചാണ് അണുക്കായിട്ട് മാറുന്നത്. സോ ഇതിൻ്റെ തന്നെ മറ്റൊരു പാർട്ടായിട്ട് ആ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ തന്നെ മറ്റൊരു സൈഡിൽ ഒരു പക്ഷേ സ്പൈഡേഴ്സിനെ വെച്ചിട്ട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ രക്ഷപ്പെട്ടൊരു സ്പൈഡർ ആയിരിക്കാം ഇവഞ്ച്വലി പീറ്റർ പാർക്കറിനെ കടിച്ച് MCUവിലെ ടോം ഹോളണ്ട് സ്പൈഡർമാനായിട്ട് മാറുന്നതും. സോ ഈ ഒരു തിയറി കൊണ്ടുവരികയാണെങ്കിൽ ഹൾക്ക് ആൻഡ് സ്പൈഡർമാൻ കണക്ഷൻ വൻ ലെവലാക്കാൻ എന്തായാലും പറ്റും. നമുക്കറിയാം നോർമൻ ഓസ്ബോണിൻ്റെ ഓസ്കോർപ്പ് ഒന്നും ഈ ഒരു യൂണിവേഴ്സിൽ MCUവിൻ്റെ മെയിൻ ഇടത്തിലില്ല. നോവേ ഹോമിൽ അത് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ യൂഷ്വലി ഓസ്കോർപ്പുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു ഒറിജിൻ സ്റ്റോറി മാറ്റിയിട്ട് ബ്രൂസ് ബാനറുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ രണ്ട് ക്യാരക്ടേഴ്സിനെ പ്രോപ്പർലി കണക്ട് ചെയ്യാൻ പറ്റും. സ്പൈഡർമാനും ഹൾക്കും എന്ന് പറയുന്നത് MCU ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് മാർവൽ ക്യാരക്ടേഴ്സ് ആയിരുന്നു. പക്ഷേ എൻ ഗെയിമിൽ ടോണിയുടെ ഫ്യൂണലിനൊപ്പം ഉണ്ടായിരുന്നു എന്നും അതിന് മുമ്പുള്ള ഫൈനൽ ഫൈറ്റിൽ എങ്ങോട്ടൊക്കെയോ നടന്ന് ഫൈറ്റ് ചെയ്തു എന്നല്ലാതെ ഈ രണ്ട് ക്യാരക്ടേഴ്സും പ്രോപ്പർലി കണ്ടിട്ടില്ല. അപ്പോൾ ഈ രണ്ട് ക്യാരക്ടേഴ്സും പ്രോപ്പർലി ഒരുമിക്കുന്നത് നമ്മുടെ മാർവൽ ഫാൻസിന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടർ തന്നെയാണ്. MCUവിലൂടെ എന്തായാലും ഇവഞ്ച്വലി ഹൾക്കിനൊരു റീവാമ്പും ഈ ഒരു സിനിമയിൽ കിട്ടുമായിരിക്കാം. ബ്രാൻഡ് ന്യൂ ഡേയിലൂടെ പീറ്റർ പാർക്കർ ഒരു കോളേജ് സ്റ്റുഡൻ്റായിട്ട് മാറുമെന്ന് നോവേ ഹോമിൻ്റെ അവസാനം തൊട്ടുള്ള സ്പെക്കുലേഷൻ ആയിരുന്നു. അപ്പോൾ ഈ ഒരു കോളേജിൽ പ്രൊഫസറായിട്ടോ പീറ്ററിൻ്റെ മെൻറ്ററായിട്ടോ അല്ലെങ്കിൽ സ്പെഷ്യൽ സെഷൻ എടുക്കാനോ ഒക്കെ ബ്രൂസ് ബാനർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ബ്രൂസ് ബാനറായിട്ടാകും ആദ്യം ഈ ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതിനുശേഷമാകും ഒരു പക്ഷേ സാവേജികൾക്കായിട്ട് മിസ്റ്റർ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് കൊണ്ട് മാറുക. പിന്നെ പറയാനുള്ളത് സേഡി സിംഗിനെ കുറിച്ചാണ്. സ്ട്രേഞ്ചർ തിങ്സിലെ മാക്സ് ആയിട്ട് ആക്ട്രസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഈ ഒരു ആക്ട്രസും ഈ സിനിമയിലുണ്ട്. പക്ഷേ ഏത് റോളാണെന്ന് കൺഫേം ആയിട്ടില്ല. മേരി ജെയിൻ ആണെന്നും ഗ്വെൻ സ്റ്റേസി ആണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ MJയും നെഡും എന്തായാലും സ്പൈഡർമാനെ പീറ്റർ പാർക്കറിനെ മറന്നു. അതുകൊണ്ട് തന്നെ പുതിയൊരു ലവ് ഇൻട്രസ്റ്റ് ആയിട്ട് സേഡി സിംഗിൻ്റെ ക്യാരക്ടർ വരുമെന്നാണ് കേൾക്കുന്നത്. അതിന് മേരി ജെയിൻ ആണോ അല്ലെങ്കിൽ ഗ്വെൻ സ്റ്റേസി ആണോ മറ്റാരെങ്കിലും ആണോ എന്നേ അറിയാനുള്ളൂ. അങ്ങനെ ആ ഒരു കോളേജ് ആർക്ക് സെറ്റപ്പും അവിടെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഹാരി ഓസ്ബോണൊക്കെ വരുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഓസ്കോർപ്പ് ഈ ഒരു യൂണിവേഴ്സിലില്ല. നോർമാൻ ഓസ്ബോണും സ്വയം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഹാരി ഓസ്ബോണെ കൊണ്ടുവരുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. ഈ ഒരു സിനിമയിൽ പണിഷറും പിന്നെ ഇന്നർ ഡീമൺസും ഒക്കെ ഉള്ളതുകൊണ്ട് ഡെയർ ഡബിളും വിൽസൺ ഫിസ്കും കെമിയോ എന്നേക്കാളുള്ള സാധ്യതകൾ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ വിൽസൺ ഫിസ്കിനെ സിമ്പിളായിട്ട് കൊണ്ടുവരാൻ പറ്റും. പുള്ളിക്കാരൻ ഇപ്പോൾ നിലവിൽ മേയറാണ്. സോ പുള്ളിക്ക് കീഴിൽ ക്രൈമൊക്കെ നടത്തുന്നത് മിസ്റ്റർ നെഗറ്റീവ് ആണ് എന്ന രീതിയിൽ വേണമെങ്കിൽ കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഡെയർ ഡബിളിനെ മീഡിയയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടാം. പിന്നെ ഓൾറെഡി പണിഷർക്ക് ഡെയർ ഡബിളിനെ അറിയുകയും ചെയ്യാമല്ലോ. സോ അങ്ങനെ ഡെയർ ഡബിൾ പണിഷർ സ്പൈഡർമാൻ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു എപ്പിക് ഫൈറ്റ് ആയിരിക്കാം ഹൾക്കിനെതിരെ ഉണ്ടാവുക. ഈ കൂട്ടത്തിൽ തന്നെ സ്കോർപ്പിയോൺ ടോംസ്റ്റോണൊക്കെയുള്ള മറ്റ് വില്ലൻസും ഇവർക്കെതിരെ വന്നേക്കാം. ഇതൊക്കെ പറയാൻ നല്ല രസമുണ്ടെങ്കിലും ആക്ച്വലി നടക്കുമോ ഇല്ലയോ എന്നൊക്കെ കണ്ട് തന്നെ അറിയണം. എന്തായാലും ഡെയർ ഡബിൾ ബോൺ അഗെയിൻ്റെ സെക്കൻഡ് സീസണും പണിഷറിൻ്റെ TV സ്പെഷ്യലും അടുത്ത വർഷം റിലീസ് ആവുന്നുണ്ട്. അതിൻ്റെയൊക്കെ കണക്ട് ചെയ്ത് അതിൻ്റെ ബാക്കിയായിട്ടാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ വരിക. ഈ ഒരു സ്ട്രീറ്റ് ലെവൽ ഹീറോസിനെ പറ്റി പറയാനാണെങ്കിൽ ഒരിക്കലും വിട്ടുപോകാൻ പറ്റാത്തൊരു കാര്യമാണ് ഡെയർ ഡബിൾ ബോൺ അഗെയിൻ സീസൺ 2 ജെസിക്ക ജോൺസ് വരുമെന്നുള്ള ഒഫീഷ്യൽ കൺഫർമേഷൻ. ആക്ട്രസിൻ്റെ തന്നെ ഒഫീഷ്യലി ഫോട്ടോസൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് നമുക്കെല്ലാവർക്കും അറിയാം പഴയ നെറ്റ്ഫ്ലിക്സ് മാർവൽ സീരീസുകളൊക്കെ ഇപ്പം MCUമായിട്ട് ക്യാനോണാണ്. അതിലെ പണിഷറും ഡെയർ ഡബിളും വിൽസൺ ഫിസ്കും എല്ലാം ഇവിടെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിലേക്ക് ഇപ്പോഴേ ജെസിക്ക ജോൺസും വരാൻ പോവുകയാണ്. സോ അതുകൊണ്ട് തന്നെ അവിടുത്തെ പെൻഡിങ് ഹീറോസ് ആയിട്ടുള്ള ലൂക്ക് കേജും അയൺ ഫിസ്റ്റും ഒരുപക്ഷെ ഡെയർ ഡബിൾ ബോൺ അഗെയിൻ സീസൺ 2 പണിഷർ TV സ്പെഷ്യലിലോ അല്ലെങ്കിൽ ബ്രാൻഡ് ന്യൂ ഡേയിലോ വരാൻ സാധ്യതയുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡെയർ ഡബിൾ ബോൺ അഗെയിൻ സീസൺ 2 ഇവരെല്ലാവരും വീണ്ടും അവർ പഴയ ഡിഫൻഡേഴ്സ് എല്ലാം ഒരുമിച്ചിട്ട് പിന്നീട് പണിഷറിന് സ്പൈഡർമാന് ഹെൽപ്പായിട്ട് ഇവർ ബ്രാൻഡ് ന്യൂ ഡേയിൽ വരികയാണെങ്കിൽ നല്ല രസമായിരിക്കും എന്നുള്ളത്. സ്ട്രീറ്റ് ലെവൽ മാർവൽ അധികം എക്സ്പ്ലോർ ചെയ്യപ്പെടാതെ പോയ ഒരു ഏരിയ തന്നെയാണ്. ഈ പറഞ്ഞ നെറ്റ്ഫ്ലിക്സ് സീരീസുകൾ എക്സ്പ്ലോർ ചെയ്തെങ്കിൽ പോലും സ്പൈഡർമാൻ ആണല്ലോ എപ്പോഴും ടോപ്പ് ടയർ സ്ട്രീറ്റ് ലെവൽ ഹീറോ. സ്പൈഡർമാൻ്റെ കൂടെ ഇവരെല്ലാവരും ഒരുമിക്കുന്നൊരു ടീം അപ്പ് മൂവി വേണമെന്നുള്ളത് ഒരുപാട് കാലത്തെ ആഗ്രഹമാണ്. പക്ഷേ ഇതിപ്പോൾ ഇച്ചിരി ഓവറാവുന്നില്ല എന്നൊരു ഡൗട്ടുമുണ്ട്. കാരണം ഹൾക്കും മാർട്ടിൻ ലീയും പിന്നെ ഈ പറഞ്ഞ വില്ലൻസും അതിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെ ഡിഫൻഡേഴ്സ് അല്ലെങ്കിൽ സ്ട്രീറ്റ് ലെവൽ ടീമും ഒക്കെ വരികയാണെങ്കിൽ എല്ലാം കൂടെ അവയിൽ വരുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പ്രോപ്പർലി എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 1.5 പടമാകാനുള്ള സാധ്യതയുമുണ്ട്.
പിന്നെ വരാൻ സാധ്യതയുള്ള മറ്റൊരു ക്യാരക്ടറാണ് അവായാളയുടെ വൈറ്റ് ടൈഗർ. ഹെക്ടർ അയാള എന്ന ഒറിജിനൽ വൈറ്റ് ടൈഗറിനെ നമ്മൾ ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ സീസൺ 1 കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ മോളായ അവായാള വൈറ്റ് ടൈഗർ ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ സീസൺ 2 ഉണ്ടായിരിക്കും. അൾട്ടിമേറ്റ് സ്പൈഡർമാൻ സീരീസിൽ സ്പൈഡർമാൻ്റെ ടീം മെമ്പേഴ്സ് ഒരാളായിട്ട് നമുക്ക് അവായാളെ അറിയാം. ആ കൂട്ടത്തിൽ തന്നെയായിരുന്നു ലൂക്ക് കേജും അയൺ ഫിസ്റ്റും ഉണ്ടായിരുന്നത്. സോ വൈറ്റ് ടൈഗറും കൂടി ഇവിടെ ചേരുകയാണെന്നുണ്ടെങ്കിൽ ഒരു അൾട്ടിമേറ്റ് സ്പൈഡർമാൻ ടീമിൻ്റെ ഒരു കിടിലൻ ടീമപ്പ് നമുക്ക് കാണാം. ഈ ഒരു അവസരത്തിൽ ഞാൻ നോവയെ സ്മരിച്ചുകൊള്ളുന്നു. നോവ സീരീസ് വരുമെന്നും സ്പെഷ്യൽ വരുമെന്നൊക്കെ കുറേ കാലമായിട്ട് കേൾക്കുന്നു. പിന്നെ നോവ ഒരു സ്പേസ് ലെവൽ ക്യാരക്ടർ കൂടിയാണ്. അപ്പോൾ അത് ഉടനെയൊന്നും വരുമെന്ന് തോന്നുന്നില്ല. മേ ബി ആഫ്റ്റർ സീക്രട്ട് വാഴ്സ് ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് അൾട്ടിമേറ്റ് സ്പൈഡർമാനിലെ ടീമപ്പ് ലൈവ് ആക്ഷനിൽ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി സ്പൈഡർമാൻ്റെ ക്ലിംസ് 2 ഒഫീഷ്യലി പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇതിൽ പുതിയ സ്പൈഡർമാൻ സ്യൂട്ട് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മുടെ പഴയ ആൻഡ്രൂ ഗാർഫീൽഡിൻ്റെ സ്യൂട്ടിലുണ്ടായിരുന്ന പോലത്തെ വെബ് ഷൂട്ടേഴ്സും പിന്നെ ടോബി മഗ്വയറിൻ്റെ അടക്ക സ്യൂട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന വെബിങ്സ് പൊങ്ങി നിൽക്കുന്ന ടൈപ്പ് ഒരു സ്യൂട്ടാണ്. അതായത് കുറച്ചുകൂടി കൊമിക് ആക്യുറേറ്റ് ആയ സ്പൈഡർമാൻ സ്യൂട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നോവയോമിൻ്റെ അവസാനം കണ്ടതിൽ നിന്നും കുറച്ചുകൂടി ഒരു അപ്ഗ്രേഡഡ് വെർഷൻ. ഒരു പക്ഷേ ഈ ഒരു സ്യൂട്ട് ടോം ഹോളണ്ട് സ്പൈഡർമാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ആൻഡ്രൂയിൽ നിന്നും ടോബിയിൽ നിന്നും ഇൻസ്പിറേഷൻ ആയേക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നോവേ ഹോമിൻ്റെ സമയത്ത് ഫൈറ്റിന് മുന്നോടിയായിട്ട് ഇവരുടെ ഒരുപാട് കോൺവെർസേഷൻസ് കാണിച്ചിരുന്നു. അപ്പോൾ അത് നമുക്ക് വേണ്ടിയിട്ട് ഒരു ഫാൻ സർവീസ് ആണെങ്കിൽ പോലും ഇത്തരത്തിൽ സ്യൂട്ടിനെ പറ്റിയുള്ള കോൺവെർസേഷൻ മൂവരും തമ്മിൽ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഒരുപക്ഷെ അതിൽ നിന്ന് കിട്ടിയ ഇൻഫോർമേഷൻസ് വെച്ചിട്ടായിരിക്കാം ഈ ഒരു പുതിയ സ്യൂട്ട് ടോം ഹോളണ്ട് സ്പൈഡർമാൻ സ്വന്തമായിട്ട് ഉണ്ടായിട്ടുണ്ടാവുക. അതായത് ആൻഡ്രൂവിനെയും ടോബിയെയും ആ ഒരു നോവേ ഹോമിൽ കണ്ടുമുട്ടിയത് കൊണ്ടാണ് അവരുടേതായിട്ടുള്ള സിമിലറായിട്ട് ഇവഞ്ചലി ഒരു കൊമിക് ആക്യുറേറ്റ് സ്യൂട്ട് ടോം ഹോളണ്ട് സ്പൈഡർമാൻ ഉണ്ടാക്കാൻ പറ്റിയത് എന്നൊരു ഹിഡൻ ഡീറ്റെയിൽ ഒരുപക്ഷെ കൊണ്ടുവന്നിരുന്നെങ്കിൽ വളരെയധികം ഓസമായേനെ. തിയറിയായിട്ട് കേൾക്കുമ്പോൾ നല്ല രസമൊക്കെ ഉണ്ടല്ലേ. സ്പൈഡർമാൻ്റെ കൂടെ ആ ഒരു സ്ട്രീറ്റ് ലെവൽ ടീം വരുന്നു, ഒരു സ്ട്രീറ്റ് ലെവൽ അവഞ്ചേഴ്സ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ പറഞ്ഞ പോലെ സാവേജ് ഹൾക്ക് നമ്മുടെ ഒരു പഴയ ഹൾക്കിനെ തിരിച്ച് കിട്ടുന്നു. മിസ്റ്റർ നെഗറ്റീവിന് കീഴിൽ ഇന്നർ ഡീമൺസും സ്കോർപ്പിയോൺ ടോം സ്റ്റോൺ അടക്കമുള്ള വില്ലൻസും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വിൽസൺ ഫിസ്ക്. അങ്ങനെ കേൾക്കുമ്പോൾ നല്ല രസമുള്ള തിയറിയാണ്. അപ്പോൾ ഈ ഒരു സ്ട്രീറ്റ് ലെവൽ ആണ് നമുക്ക് വേണ്ടിയിരുന്നതും. സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നള്ളിനെയൊക്കെ കൊണ്ടുവന്നിട്ട് ബ്രാൻഡ് ന്യൂയുടെ ഒരു ഭയങ്കര കോസ്മിക് മൾട്ടിവേഴ്സൽ ലെവലിലാക്കുമെന്നൊക്കെ ഇടയ്ക്ക് തിയറീസ് ഉണ്ടായിരുന്നു. പിന്നെ ഡോംസ്ഡേ ഷിഫ്റ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ആ ഒരു പഴയ സ്ട്രീറ്റ് ലെവലിലോട്ട് തിരികെ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അത് വളരെയധികം നന്നായി. നമുക്ക് ഫൈനലി ആ ഒരു പ്രോമിസ്, നോവേ ഹോമിൻ്റെ അവസാനം കിട്ടിയ ഒരു പ്രോമിസ് ഉണ്ടല്ലോ, ഇനി നമുക്ക് കിട്ടാൻ പോകുന്നൊരു സ്ട്രീറ്റ് ലെവൽ 1.5 ഒറിജിനൽ സ്പൈഡർമാനെ ആയിരിക്കും. അതെന്തായാലും ഇവിടെ ഫുൾഫിൽ ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും കേൾക്കുമ്പോൾ എക്സൈറ്റ്മെൻറ്റ് ആണെങ്കിലും പ്രോപ്പർലി എക്സിക്യൂട്ട് ചെയ്തില്ലെങ്കിൽ അവയിൽ ഒരു ആവാൻ പറ്റുന്നൊരു പ്ലോട്ട് തന്നെയാണിത്. സോ അത് പ്രോപ്പർലി എക്സിക്യൂട്ട് ചെയ്യുമെന്നും ഇതിൻ്റെ സംഭവിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗൈസ്, വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യം, മാർവൽ ഡിസ്കഷൻസിന് വേണ്ടിയിട്ട് മാർവൽ കേരളൈറ്റ്സ് എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ DC കേരളൈറ്റ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സിബ്ലിംഗ് ഗ്രൂപ്പായിട്ടാണ് ഇപ്പോൾ മാർവൽ കേരളൈറ്റ്സ് വന്നത്. സോ മാർവൽ DC ഡിസ്കഷൻസിന് വേണ്ടിയിട്ട് ഈ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയുമാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയെ കുറിച്ചിട്ടുള്ള എൻ്റെ വീഡിയോ. ഇത്തരത്തിലുള്ള കൂടുതൽ കണ്ടൻസ് ഇഷ്ടപ്പെടുന്നതാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഉണ്ട്, അതുകൊണ്ട് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഇസ് റിയൻ ചിങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം കോമിക് മന്ത്ര.